കർത്താവിന് സ്തോത്രം. സ്തോത്രം. എല്ലാ ദൈവദാസന്മാർ, സഹോദരി സഹോദരന്മാർ, വിശേഷാൽ യോഗം ലീഡ് ചെയ്യുന്ന സാധാരണ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത കർത്താവിന്റെ ദാസനെ പിന്നെ എല്ലാവരെയും കർത്താവിൻ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഈ 30-ാമത്തെ ധ്യാനത്തിലേക്ക് നമ്മൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ക്രിസ്തീയ ശിഷ്യത്വം എന്ന ഒരു പാഠം നമ്മൾ ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് വളരെ ഹൃദ്യമായിട്ട് കർത്താവ് ഇടപെട്ട ഒരു വേദഭാഗം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ താല്പര്യപ്പെടുന്നു. അത് നമ്മുടെ ക്രിസ്തീയ ശിഷ്യത്വമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് മാത്രമല്ല, ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം ഇതിനോടകം അതിനകത്ത് ചില ആലോചനകൾ നമ്മളൊരു സെഷനിൽ ഒരുമിച്ച് ചിന്തിച്ചതായിരുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവര്, കണ്ടിന്യൂസ് ആയിട്ട് ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ അത് ഓർക്കുന്നുണ്ടാകും എന്ന് ഞാൻ ചിന്തിക്കട്ടെ. ലൂക്ക് ചാപ്റ്റർ 9. അപ്പൊ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലെ ഞാനൊരു വാക്യം വായിക്കുന്നതിന് മുമ്പ്, ഈ ഒരു അധ്യായം ഒരു സിഗ്നിഫിക്കന്റ് ട്രാൻസിഷൻ ആണ് കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം. ആ സമയം വരെ കർത്താവ് വ്യക്തിപരമായി പ്രസംഗിക്കുന്നു, ദൈവരാജ്യ വിഷയങ്ങൾ പഠിപ്പിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതത്തെ പുറത്താക്കുന്നു. പക്ഷേ 9-ാം അധ്യായം മുതലാണ് ശിഷ്യന്മാരെ കമ്മീഷൻ ചെയ്ത് പ്രവർത്തനത്തിന് അയക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഈ സന്ദർഭം എന്ന് പറയുമ്പോൾ ഏകദേശം കർത്താവിന്റെ 3-3.5 വർഷത്തെ മിനിസ്ട്രിയുടെ ഏതാണ്ട് പകുതിയോളം ആയി. ഇനിയും കുറെ മാസങ്ങളിലൂടെ മാത്രമേ ഉള്ളൂ കർത്താവ് ക്രൂശിനെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ്. അപ്പോൾ അതൊരു വളരെ ഒരു ക്രിട്ടിക്കൽ ജങ്ക്ചറായിട്ട് നമ്മളത് കാണണം. പ്രത്യേകിച്ച് ലൂക്ക് 9 നിങ്ങൾ വായിച്ചിട്ടുള്ളവരാണ്. അതിന്റെ 51-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നിന്നാണ് യെരുശലേമിലേക്കുള്ള കർത്താവിന്റെ ജേർണി കർത്താവ് തുടങ്ങുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ 4-ാം അധ്യായത്തിന്റെ 14 മുതലൊക്കെ ഗാലീലിയൻ മിനിസ്ട്രിയാണ്. ആ ഗാലീലിയൻ മിനിസ്ട്രിയുടെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കർത്താവ് കടന്നു വന്നു. അങ്ങനെ ശിഷ്യന്മാരെ അയച്ചു പ്രവർത്തനത്തിന്. അവർ പ്രവർത്തികൾ ചെയ്തു, മടങ്ങി വന്ന് കർത്താവിനോട് റിപ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് മറൂബമലയുടെ അനുഭവങ്ങൾ, അതിന് മുൻപ് കർത്താവ് അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അവരതിന് വെളിപ്പാട് പറയുന്നു. ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് 44-ാം വാക്യത്തിൽ കർത്താവ് പറയുന്ന വാക്യമാണ്, കർത്താവ് പറയുന്ന സന്ദേശമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുവിൻ. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. വേഴ്സ് 44 ആണ് ഞാൻ വായിച്ചത്. അതിൽ ആദ്യത്തെ ഭാഗം, നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുവിൻ. കർത്താവ് അങ്ങനെ പറയുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഞാൻ ഒരിക്കൽ നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ്. പക്ഷെ അന്ന് നമ്മൾ അധികം സമയം അവിടെ നിന്നില്ല. അപ്പൊ ഇത് ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ ഒരു പ്രധാന ഒരു പാഠമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം വളരെ സ്ട്രോങ് വേർഡ്സ്, ലാംഗ്വേജ് ഉപയോഗിച്ച് എന്തോ ശിഷ്യന്മാരുടെ ശ്രദ്ധ തിരിക്കുന്ന കാര്യത്തിൽ നിന്ന് കർത്താവ് അവരെ മടക്കി കർത്താവിന്റെ മരണത്തെക്കുറിച്ച്, ക്രൂശിനെ കുറിച്ച് അവരുടെ ശ്രദ്ധ തിരിച്ചു പിടിക്കുകയാണ് ഈ വാക്കിലൂടെ. നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുവീൻ എന്ന് പറഞ്ഞിട്ട് കർത്താവ് സെക്കൻഡ് ഹാഫിൽ പറയുന്നത് അബൌട്ട് ഹിസ് ഡെത്ത്. അപ്പൊ ഇതിന് മറ്റൊരു തർജ്ജിമ ഇംഗ്ലീഷിൽ പറയുന്നത് ലെറ്റ്
these words sink into your ears. ഈ വാക്കുകൾ നിങ്ങളുടെ ചെവിയിൽ ആഴ്ന്നിറങ്ങട്ടെ. That's strong language, അല്ലേ? അപ്പൊ എന്തോ ഇവരെ പതറിപ്പിക്കുന്നു. Something is distracting them. വേറെ ഒരു ഭാഷ, place these words into your ears. ഈ വാക്കുകൾ നിങ്ങളുടെ ചെവിയിൽ വയ്ക്കുക. ശരിക്കും ഈ ഭാഷാ പ്രയോഗം, അതിന്റെ അർത്ഥം ഇതാണ്: ഏറ്റവും ഏകാഗ്രതയോടെ ശ്രദ്ധിക്കുക. എവിടെയോ ഏകാഗ്രത പോയി. എന്തിൽ നിന്ന്? That Jesus is going to die. അല്ലെങ്കിൽ ക്രൂശിൽ നിന്ന് ഏകാഗ്രത പോയി. ഇന്നത്തെ പ്രാദേശിക സഭകളോടും എനിക്ക് പറയാനുള്ളത്, എന്റെ കേൾവിക്കാരായ നിങ്ങളോട് പറയാനുള്ളത്, this is the central message of Christianity. This is the central message of discipleship. അതിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ, ചിന്തകൾ പതറിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി ഈ വിഷയത്തിൽ ഏകാഗ്രതയോടെ ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ശരിക്കും ഇതിന്റെ മറ്റൊരർത്ഥം പറഞ്ഞാൽ, ഇത് മനഃപ്പാഠമാക്കുക എന്നതാണ് കർത്താവ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു യഹൂദന്മാരുടെ ഇടയിൽ ഒരു എബ്രായ ഭാഷാ പ്രയോഗത്തിൽ ഈ ഊന്നലാണ്. മെമ്മറൈസ് ദിസ്. അത്ര സ്ട്രോങ് ലാംഗ്വേജ് ആണ് കർത്താവ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഭാഷാ പ്രയോഗം നോക്കിയാൽ ഇവിടെ ഒരു കൽപ്പനയായിട്ടാണ് കർത്താവ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ മറ്റ് ചില ഇടങ്ങളിലും കർത്താവ് ചില പ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. എന്തിലേക്കാണ് കർത്താവ് ഈ ശ്രദ്ധ ഈ ശിഷ്യന്മാരുടേത് ആകർഷിക്കുന്നത്? രണ്ടാമത്തെ ഭാഗത്തില് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ടോക്കിംഗ് അബൌട്ട് ഹിസ് ഡെത്ത്. കർത്താവിനെ കുറിച്ച് പറയാണ് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുകയാണ്. He is going to be delivered into the hands of people. അപ്പൊ ഇത് മനസ്സിലാകാൻ നമ്മൾ ഈ 9-ാം അധ്യായം അല്പം ഒന്ന് ധ്യാനിച്ചതാണ്. Let me take you to the context, the immediate context. ശരിക്കും ഈ വാക്കുകളുടെ സന്ദർഭം നമ്മൾ ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. ഇതിന്റെ 28 മുതൽ 36 വരെയുള്ള വചനങ്ങളിൽ അവിടുത്തെ സന്ദർഭം എന്ന് പറയുന്നത്, മറുരൂപ മലയിലേക്ക് ജീസസ് 3 ശിഷ്യന്മാർ പീറ്റർ, ജെയിംസ്, ജോണിനെ കൊണ്ട് പോകുന്നു. അവിടെ ജീസസ് പ്രാർത്ഥിക്കുകയാണ്. 29-ാം വാക്യം പറയുന്നത്, പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി. 29-ന്റെ 2-ാം ഭാഗം പറയുന്നത്, അവൻ ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. അങ്ങനെയുള്ള ഒരു വലിയ രൂപാന്തരം. ആദ്യം ഈ ശിഷ്യന്മാരൊക്കെ നമുക്കറിയാം ഉറങ്ങിയെങ്കിലും അവരെഴുന്നേറ്റപ്പോൾ കർത്താവിന്റെ ഈ മഹത്വം അവർ കണ്ടു. എന്നിട്ട് 30-31 വാക്യങ്ങൾ ശ്രദ്ധേയമാണ്. മോശയും ഏലിയാവും കർത്താവിനോട് സംസാരിക്കുന്നു. അതവർ കാണുക. എന്ത് സംസാരിക്കുന്നു അവിടെ എഴുതിയിട്ടുണ്ട്. അവൻ യെരുശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. That is very important. See, the death of Jesus Christ is so important in Christianity. നമുക്കറിയാം കർത്താവ് തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, 40 ദിവസം കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. ആൻഡ് ഹീസ് അലൈവ്. അപ്പൊ ആ മരണം, കർത്താവിന്റെ ആ മരണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം ദൈവസഭയോടുള്ള ബന്ധത്തിൽ 2 കാർമ്മിക ശുശ്രൂഷകളാണ് കർത്താവ് തന്നിട്ടുള്ളത്. ഒന്ന് ലോർഡ് സപ്പർ, മറ്റേത് ബിലീവേഴ്സ് വാട്ടർ ബാപ്റ്റിസം. രണ്ടിനകത്തും മെയിൻ ഒരു കാര്യം, the death of Jesus Christ.
കാൽവറി ക്രൂശിൽ കർത്താവിന്റെ ആ യാഗമരണം അത് സെൻട്രലാണ്. അതിനകത്ത് നിന്ന് പ്രസംഗങ്ങളും പ്രവചനങ്ങളും പാട്ടുകളും ഇതൊന്നും നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്ത് മാറ്റരുത്. ഇപ്പൊ കർത്താവ് ഇവരുടെ അറ്റൻഷൻ പിടിക്കുകയാണ്. ഈ മറുരൂപ മലയിലും മോസസും എലൈജയും വന്നിട്ട് ഇതാണ് പറയുന്നത്. യെരുശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. എന്നിട്ട് 37 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ അതും നമ്മൾ ഇതിനോടകം ധ്യാനിച്ചതാണ്. മറുരൂപമലയിൽ നിന്ന് കർത്താവ് ഈ 3 ശിഷ്യന്മാരുമായിട്ട് താഴെ വന്നു. അപ്പൊ താഴ്വരയിൽ 9 ശിഷ്യന്മാർ നിൽപ്പുണ്ട്. അവരൊരു പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ഒരപ്പൻ ഭൂതം ബാധിച്ച തന്റെ മകനെ അവരുടെ അടുക്കൽ കൊണ്ടുവന്നു. പക്ഷെ അവർക്ക് ഈ ഡീമണെ കാസ്റ്റ് ഔട്ട് ചെയ്യാൻ കഴിയാതെ ഇരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ അവരിങ്ങനെ നിൽക്കുമ്പോഴാണ് കർത്താവ് 3 ശിഷ്യന്മാരെയും കൊണ്ട് മറുരൂപമലയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. 37, 38 വാക്യങ്ങൾ നമുക്കത് കാണാം. എന്നിട്ട് 39 വാക്യത്തിലാണ് ശരിക്കും ഈ അശുദ്ധാത്മാവ് ഈ യൗവനക്കാരനെ തകർക്കുവാനായി ഉള്ള ശ്രമങ്ങൾ നമ്മൾ കാണുന്നത്. ഒരാത്മാവ് അവനെ പിടിച്ചിട്ട് അവൻ പൊടുന്നനവെ നിലവിളിക്കുന്നു. അത് അവനെ നുരപ്പിച്ച് പിടപ്പിക്കുന്നു. പിന്നെ അവനെ ഞെരിച്ചിട്ട് പ്രയാസത്തോടെ വിട്ടുമാറുന്നു. അപ്പോ ഹീസ് ഡീമൺ പോസസ്ഡ് ആൻഡ് ദ ഡീമൺ ഇസ് ട്രൈയിങ് ടു ഡിസ്ട്രോയ് ദിസ് ബോയ്. ഈ കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പം കർത്താവ് ഇവിടെ വരുമ്പോൾ ഈ മനുഷ്യൻ ചെന്ന് യാചിക്കുകയാണ്, എന്റെ മകനെ ഒന്ന് രക്ഷിക്കണം. ഞാൻ ഈ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു. ബട്ട് they couldn't do anything. അപ്പൊ ഇവിടെ നിങ്ങളൊന്ന് ചിന്തിക്കുക. 9-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ കർത്താവ് ഇവർക്ക് അധികാരവും ശക്തിയും കൊടുത്തതാണ്. എന്തിന്? ദൈവരാജ്യം പ്രസംഗിക്കാനും അശുദ്ധാത്മാക്കളെ പുറത്താക്കാനും രോഗികളെ സൗഖ്യമാക്കാനും. 6-ാം വാക്യം നിങ്ങൾ പരിശോധിച്ചാൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവര് കർത്താവിന്റെ നിർദ്ദേശം അനുസരിച്ച് പോയി ശുശ്രൂഷകൾ ചെയ്തെന്നാണ്. 9-ന്റെ 10-ാം വാക്യം നിങ്ങൾ പരിശോധിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇവർ മടങ്ങി വന്ന് കർത്താവിനോടൊരു റിപ്പോർട്ട് കൊടുത്തു എന്നുമാണ്. പക്ഷേ ബാക്കിയുള്ള ഇവന്റുകളൊക്കെ കഴിഞ്ഞപ്പോൾ കർത്താവ് മറുരൂപമലയിലേക്ക് പോയി മടങ്ങി വരുമ്പോൾ ഇവർക്ക് ഈ ഡിമണെ കാസ്റ്റ് ഔട്ട് ചെയ്യാൻ കഴിയാതെ ഇരിക്കുക. ഇവർക്ക് അധികാരമുള്ളവരാണ്, ശക്തിയുള്ളവരാണ്. പക്ഷെ ദേ ജസ്റ്റ് കുഡ് നോട്ട് കാസ്റ്റ് ഔട്ട് ദിസ് ഡീമൺ. ഒരു വാക്ക്, എന്റെ പ്രധാന വിഷയം അതല്ലെങ്കിലും ശരിക്കും ഇന്നത്തെ സഭയുടെ ഒരു സ്ഥിതിയായിതേ അല്ലെ. എന്താണ് ഇവർക്ക് എന്തു പറ്റി എന്നുള്ളത് തിരുവെഴുത്തിൽ വളരെ വ്യക്തമാണ്. മത്തായി 17:20, മർക്കോസ് 9:29 ഇതൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ അവിശ്വാസം അവരുടെ ഭാഗത്തുണ്ടായി. പ്രാർത്ഥനയും ഉപവാസവും ഇല്ലാത്ത ഒരനുഭവവും അവർക്ക് ഉണ്ടായി. പരിചയത്തിന്റെ പുറത്ത് അവര് പല കാര്യങ്ങൾ ചെയ്യാൻ നോക്കിക്കാണും. പക്ഷെ അവർക്ക് ആ ഡിമണെ കാസ്റ്റ് ഔട്ട് ചെയ്യാൻ സാധിച്ചില്ല. 41-ാം വാക്യം 9-ാം അധ്യായത്തിലെ പറയുന്നത്, അതിന് യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരുന്ന് നിങ്ങളെ സഹായിക്കും. എന്നിട്ട് 41-ന്റെ 2-ാം ഭാഗത്തിൽ നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക എന്ന് ഉത്തരം പറഞ്ഞു. 42-ാം വാക്യത്തിലാണ് ഈ മകൻ വരുന്ന വഴിക്ക് ഫോർ ദ ലാസ്റ്റ് ടൈം ദാറ്റ് ഡീമൺ ഡസ് or he makes a lot of trouble. അവൻ വരുമ്പോൾ തന്നെ ഭൂതം അവനെ തള്ളിയിട്ട് പിടപ്പിച്ചു. യേശു അശുദ്ധാത്മാവിനെ ശാസിച്ച് ബാലനെ സൗഖ്യമാക്കി അപ്പനെ ഏൽപ്പിച്ചു. അവിടെ ഞാൻ നിൽക്കുന്നില്ല. മാതാപിതാക്കൾ നീ മക്കളെയൊക്കെ അകറ്റുന്നതും പറിച്ചു കളയുന്നതും ഒക്കെ ആയിട്ടുള്ള എന്തൊരു വ്യാപാരമാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇന്ന് നമ്മൾ അതിനെ കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് ഒരു പരുവത്തിലൊക്കെ ആക്കിയൊക്കെയാണ് ചെയ്യുന്നത്.
ശരിക്കും പുതിയ നിയമ ശുശ്രൂഷ വെളിപ്പെടണം. അഭിഷേകമുള്ള അധികാരമുള്ള ദൈവമക്കൾ സടകുടഞ്ഞ് എഴുന്നേൽക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം ന്യായമായി വെച്ചിരിക്കുന്ന ബന്ധങ്ങളിൽ നിന്ന് ഉലച്ചു കളയുന്ന, പറിച്ചു കളയുന്ന അനുഭവങ്ങൾ. ഈ ഡിമൺ പൊസഷനായി ഈ ഡിമൺ ചെയ്യുന്നത് ഡിസ്ട്രോയിങ് ദറ്റ് യങ് ബോയ്. അവന്റെ ഭാവി തല്ലി തകർക്കുകയാണ്. തീക്കകത്തൊക്കെ തള്ളിയിടുന്ന അനുഭവങ്ങൾ അവൻ ഉണ്ടാകുകയാണ്. അതിൽ നിന്ന് ഒറ്റ നിമിഷം കൊണ്ടാണ് വിടുതല് ഉണ്ടാകുന്നത്. അപ്പൊ അതൊരു ഭയങ്കര അത്ഭുതങ്ങളാണ്. വാസ്തവത്തിൽ ശിഷ്യന്മാർ ഇത് ചെയ്യേണ്ടതാണ്. പക്ഷെ അവർക്ക് ചെയ്യുവാൻ കഴിയാതെ ഇരുന്ന സാഹചര്യത്തിൽ മറുരൂപമലയിൽ നിന്ന് കർത്താവ് ഇറങ്ങി വന്ന് പരസ്യമായിട്ട് അവരുടെ മുൻപിൽ ഈ അത്ഭുതത്തെ ചെയ്യുക. ഇനി 43-ാം വാക്യം, ഇതിന്റെ പശ്ചാത്തലത്തിൽ ലെറ്റ്സ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വേഴ്സ് 43. എല്ലാവരും ദൈവത്തിന്റെ മഹിമയിങ്കൽ വിസ്മയിച്ചു. യേശു ചെയ്യുന്നതിലൊക്കെയും എല്ലാവരും ആശ്ചര്യപ്പെടുമ്പോൾ അവൻ തന്റെ ശിഷ്യന്മാരോട്, അപ്പൊ ഇവിടെ വളരെ കെയർഫുൾ ആകണം. 43-ാം വാക്യം 2 ഭാഗങ്ങളായി ചിന്തിക്കണം. ഒന്നാമത്തെ ഭാഗം ഈ പ്രിസീഡിംഗ് ആയിട്ടുള്ള സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അത്ഭുതങ്ങളെല്ലാം നടന്നതിനോടുള്ള ബന്ധത്തിലാണ്. എല്ലാവരും ദൈവത്തിന്റെ മഹിമെങ്കിൽ വിസ്മയിച്ചു. അത് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക. ദൈവത്തിന്റെ മഹിമയിങ്കൽ, ദ ഗ്രേറ്റ്നെസ് ഓഫ് ഗോഡ്. അപ്പൊ ദൈവത്തിന്റെ മഹിമ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ അത്ഭുത ശുശ്രൂഷയിലൂടെ വെളിപ്പെടുകയാണ്. ഈ മഹത്വം അവർ മറുരൂപ മലയിൽ 3 ശിഷ്യന്മാർ കണ്ടതാണ്. അതേ ശക്തി, അതേ മഹത്വം താഴ്വരയിൽ പ്രതികൂലത്തിൽ വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കർത്താവ് വലിയൊരു അത്ഭുതമാണ് ഇവിടെ ചെയ്യുന്നത്. വിസ്മയിച്ചു, അന്തം വിട്ടു എന്നാണ് ഈ അർത്ഥം. വളരെ സ്റ്റബേണായി നിൽക്കുന്ന ഒരു ഡിമൺ, ആ ഡിമണെ കർത്താവ് കാസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ കണ്ടു നിൽക്കുന്ന ക്രൗഡും ശിഷ്യന്മാരും ഒരുപോലെ അവരന്ന് they were amazed. കാരണം അശുദ്ധാത്മാക്കളുടെ ലോകം കർത്താവിന് കീഴ്പ്പെടുകയാണ്. കർത്താവിൽ നിന്ന് വെളിപ്പെടുന്ന ദൈവശക്തിയുടെ മുൻപാകെ ഈ ഡിമോൺസിന് നിൽപ്പാൻ കഴിവില്ലാതെ ഉള്ള സാഹചര്യമാണ് ഇവർ കാണുന്നത്. ശരിക്കും പുതിയ നിയമസഭയുമേ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ഇന്ന് സഭയിലൂടെ ദൈവം ദൈവസഭയ്ക്ക് കൊടുക്കുന്ന വരദാനങ്ങളുടെ പ്രദർശനത്താൽ ഇന്ന് സഭയിലൂടെ ദൈവം മഹത്വം എടുക്കേണ്ടതല്ലേ എന്ന ചിന്ത ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുകയാണ്. കർത്താവിന്റെ മാതൃക പിൻപറ്റുവാൻ ദൈവസഭയിലുള്ള ദൈവമക്കളാകുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് കൃപ ചെയ്യട്ടെ. ശുശ്രൂഷയുടെ ഇങ്ങനെയുള്ള തലങ്ങളൊക്കെ ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം, ഗ്രഹിക്കണം, ആഗ്രഹിക്കണം. ഒരു 50-60 വർഷങ്ങൾക്ക് മുമ്പ്, ഇതിപ്പോ ഒരു 30 വർഷം ഒക്കെ ആയിട്ടുള്ളൂ, അവിടവിടങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ നടക്കുന്നു എന്ന് നമ്മൾ ഈ പറയുന്നത്. അല്ലെങ്കിൽ കാസ്റ്റിംഗ് ഔട്ട് ഡീമൺസ് ഒരു സാധാരണ സംഭവമായിരുന്ന ഒരു കാലഘട്ടം പെന്തക്കോസ്തിന് ഉണ്ടായിരുന്നു. ആ ശ്രേഷ്ഠമേറിയ അനുഭവങ്ങളിലേക്ക് ദൈവസഭകളായി, വ്യക്തികളായി മടങ്ങി വരുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗത്തിൽ വിട്ട് മുന്നോട്ട് പോവുകയാണ്. 43-ാം വാക്യത്തിന്റെ 2ാം ഭാഗം, അത് 44-ാം വാക്യത്തിന്റെ സർക്കംസ്റ്റൻസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 43-ാം വാക്യത്തിന്റെ 2ാം ഭാഗം, അതാണ് വാസ്തവത്തിൽ ആ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ്, ആ സാഹചര്യം എന്ന് പറയുന്നത്. കർത്താവ് ഈ ക്രൂശിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആകുന്ന അനുഭവത്തിൽ നിൽക്കുന്നവരെ സ്ട്രോങ് ലാംഗ്വേജ് ഉപയോഗിച്ച് ആ ശ്രദ്ധയിലേക്ക് മടക്കി കൊണ്ടുവരുന്നത് ഈ 43rd വേഴ്സിന്റെ സെക്കൻഡ് ഹാഫ്. യേശു ചെയ്യുന്നതിലൊക്കെയും
എല്ലാവരും ആശ്ചര്യപ്പെടുമ്പോൾ അവൻ തന്റെ ശിഷ്യന്മാരോട്. ആ വാക്കുകൾ നിങ്ങൾ നോക്കുകയും 43-ന്റെ 2-ാം ഭാഗം, യേശു ചെയ്യുന്നത് ഒക്കെയും എന്നൊരു പദപ്രയോഗം. അപ്പൊ അതിന്റെ അർത്ഥം ഇപ്പോൾ നടന്ന ഈ ഡിമണെ കാസ്റ്റ് ഔട്ട് ചെയ്യുന്നത് മാത്രമല്ല. ആ ഭാഷാ പ്രയോഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കർത്താവ് ധാരാളം അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടുത്തെ ശുശ്രൂഷയിൽ അത്ഭുതങ്ങൾ സാധാരണ ചെയ്യുന്നുണ്ട്. കർത്താവിന്റെ ഈ അധികാരവും ശക്തി പ്രകടനങ്ങളും കണ്ട് അവരെ ആശ്ചര്യപ്പെടുകയാണ്. രോഗത്തിന്റെ മേലുള്ള കർത്താവിന്റെ അധികാരം, മരണത്തിന്റെ മേലുള്ള അധികാരം, ഭൂതങ്ങളുടെ മേലുള്ള അധികാരം, കാലാവസ്ഥയുടെ മേലുള്ള അധികാരം, പാപത്തിന്റെ മേലുള്ള അധികാരം, ഇത് മുഴുവനും കണ്ട് ജനം അന്തം വിട്ടിരിക്കുകയാണ്. നീ അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. യേശു ചെയ്യുന്നതിൽ ഒക്കെയും എല്ലാവരും എന്നൊരു പ്രയോഗം. പുരുഷാരമുണ്ട്, അതുപോലെ ശിഷ്യന്മാരെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വാക്കാണ്. ശാഠ്യമുള്ള, പോകത്തില്ല എന്ന് വാദിച്ചു നിന്ന ഈ അശുദ്ധാത്മാവിനെ പുറത്താക്കി ആ പൈതലിന് കംപ്ലീറ്റ് ഡെലിവറൻസ് കൊണ്ടുവന്നതാണ് ഇവരെല്ലാം സാക്ഷ്യം വഹിക്കുന്നത്. എന്നിട്ട് അവർക്കുണ്ടായ അനുഭവം, ദേ മാർവൽഡ്, ആശ്ചര്യപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ they were filled with wonder and astonishment. മാനുഷികമായി വിശദീകരിക്കാൻ കഴിയാത്ത ദൈവശക്തിയുടെ അത്ഭുതകരമായ പ്രദർശനം. അവരന്തം വിട്ടു നിൽക്കുകയാണ്. അവരതിന് സാക്ഷ്യം വഹിച്ചു. അപ്പോൾ ഇവിടെ 43-ാം വാക്യം, അവൻ തന്റെ ശിഷ്യന്മാരോട്, എന്നിട്ട് 44-ൽ നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുവീൻ. അവിടെയാണ് ആ കണക്ഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെന്താണ് കർത്താവ് അങ്ങനെ പറയുന്നത്? ഇപ്പൊ ശിഷ്യന്മാരോടായിട്ട് പറയുന്നെങ്കിൽ കർത്താവ് ഇപ്പോൾ പറയുന്ന ഈ കാര്യങ്ങൾ ജനറൽ പബ്ലിക്കിൽ നിന്ന് ശിഷ്യന്മാരെ കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ട് പറയുകയാണ്. പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രസംഗമൊക്കെ കേൾക്കും, പക്ഷേ മിറക്കിൾസ് കാണണം, ത്രിൽ സീക്കേഴ്സ് ആണ്. ശിഷ്യൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. കാര്യം വിടരുത്. അപ്പൊ അവിടെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി നിൽക്കുകയാണ്. ക്രൗഡ് എല്ലാം ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ശരിക്കും പറഞ്ഞാല് വലിയ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഉണർവിന്റെ ഒരു രംഗമാണ്. അവിടെയാണ് കർത്താവ് ഇവരുടെ ശ്രദ്ധ പിടിക്കുന്നത്. ശിഷ്യന്മാര് ഈ ഒരു സാഹചര്യത്തിൽ ഈ അത്ഭുതത്തെ തുടർന്ന് അതിനകത്ത് മതിമറന്നു പോകാതെ അവിടുത്തെ ശുശ്രൂഷയുടെ പ്രധാന കാര്യത്തിൽ അവർ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് കർത്താവ് ആഗ്രഹിച്ചു. നമുക്ക് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് കേട്ടോ. We all have experienced certain deliverances. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ഇതെല്ലാം ഉള്ളതാണ്. And may the Lord take glory. പക്ഷെ കർത്താവ് വന്നതിന്റെ പ്രധാന കാര്യം എന്താണ്? അത് വിട്ടേച്ചല്ല സെക്കൻഡറി കാര്യങ്ങൾ. That's the point here. അപ്പൊ ക്രൗഡ് എല്ലാം മാർവല് ചെയ്യുകയാണ്. ആ സമയത്താണ് ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നത്, താൻ പറയാൻ പോകുന്നത് ശ്രദ്ധയോടെ മനസ്സിലാക്കാൻ അവൻ അവരെ ഉദ്ബോധിപ്പിക്കുകയാണ്. അപ്പൊ ഇത് ഒന്നാം തവണയല്ല കർത്താവ് പറയുന്നത്. 22-ാം വാക്യത്തിൽ കർത്താവ് ഇത് പറഞ്ഞിരുന്നു. 22-ാം വാക്യം നിങ്ങൾ ഒന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. നമ്മൾ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതൊക്കെ അന്ന് ഇൻ പാസിംഗ് ആണ് നമ്മൾ വാസ്തവത്തിൽ അതൊക്കെ ചിന്തിച്ചത്. ലെറ്റ് മീ റീഡ് ദാറ്റ് ടു യു. വേഴ്സ് 22. അപ്പം ഓർക്കണം, 20-ാം വാക്യത്തിലൊക്കെ ജീസസിന്റെ
ഐഡന്റിറ്റി ഇവർ തുറന്നു പറഞ്ഞിരുന്നു. 20-ാം വാക്യം, അവൻ അവരോട്, എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് ദൈവത്തിന്റെ ക്രിസ്തു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. ഇതാരോടും പറയരുതെന്ന് അവൻ അവരോട് അമർച്ചയായിട്ട് കൽപ്പിച്ചു. 22-ാം വാക്യം, മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രികൾ എന്നിവർ അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കം വേണം എന്ന് പറഞ്ഞു. അന്നും അവർക്ക് മനസ്സിലായില്ല. 9-ാം അധ്യായത്തിന്റെ 45-ാം വാക്യം ശ്രദ്ധിച്ചാൽ ഈ 2-ാം തവണ പറയുമ്പോഴും മനസ്സിലായിട്ടില്ല. 18-ാം അധ്യായത്തിൽ പോയാൽ 3-ാം തവണ പറയുന്നു, മനസ്സിലാകുന്നില്ല. 24-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ശിഷ്യന്മാരെ കാണുന്നുണ്ട്, അവർക്കിത് മനസ്സിലായിട്ടില്ല. എല്ലാം മനസ്സിലാകുന്നുണ്ട്, മനസ്സിലാകാത്ത ഒറ്റ ദൂതേ ഉള്ളൂ. എന്താണ്? ദ ക്രോസ്, ദ ഡെത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദ സഫറിങ്സ് they just cannot understand. അതാണ് കോർ മെസ്സേജ്. ഒടുവിൽ 24-ാം അധ്യായത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യം സഹോദരിമാരാണ് കബറിങ്കൽ പോകുന്നത്. അവര് കബറിങ്കൽ പോകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? They did not believe that Jesus was going to be raised from the dead. അവരത് വിശ്വസിച്ചില്ല. അവിടെ ചെന്നപ്പോ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ദൂതൻ പറയാ, നിങ്ങളോട് കൂടെ ഇരുന്നപ്പോൾ അവൻ പറഞ്ഞ വാക്കുകൾ ഓർമ്മയില്ലേ? അവര് വചനം ഓർത്തപ്പോൾ they became excited, they went back. ഒടുവിൽ എമ്മൗസിലേക്ക് 2 ശിഷ്യന്മാര് പോകുന്നു. 24-13 മുതലുള്ള വാക്യത്തില് അവര് ഡിജക്റ്റഡ് ആൻഡ് ഡിസ്കറേജ്ഡ് ആണ്. ഞങ്ങൾ ഓർത്തത് ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ ഇത് എന്തോ ആയി തീർന്നു, കണ്ടോ, എല്ലാം കഴിഞ്ഞു. അപ്പൊ യേശു ഇവരുടെ കൂടെ നടക്കുക. അവരുടെ കണ്ണ് നിരോധിക്കപ്പെട്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെയും കർത്താവ് തിരുവെഴുത്തിലൂടെ അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. എന്നിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് അപ്പം നുറുക്കി കൊടുത്തപ്പോഴാണ് അവരുടെ കണ്ണ് തുറന്നത്. അവർ യേശുവിനെ കണ്ടത്. അപ്പോഴത്തേക്ക് കർത്താവ് അവിടുന്ന് അപ്രത്യക്ഷനായി. എന്നിട്ട് 44 മുതലുള്ള വാക്യങ്ങളില് ബാക്കിയുള്ള ശിഷ്യന്മാർ they didn't understand. 36 മുതലുള്ള വാക്യങ്ങളിൽ ഭൂതമാണെന്ന് അവർക്ക് തോന്നിയെന്ന് വരെ ഉണ്ട്. 44-ാമത്തെ വാക്യം മുതൽ again he explained through the scriptures that he had to suffer and die. ഇത് മനസ്സിലാകാതെ 47-ാം വാക്യം, മാനസാന്തരവും പാപമോചനവും എല്ലായിടത്തും ചെന്ന് പ്രസംഗിക്കണമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. കാരണം മനസാന്തരപ്പെടുന്നവർക്ക് പാപമോചനമുണ്ടെന്ന് ഇവര് പ്രസംഗിക്കണമെങ്കിൽ പാപമോചനത്തിന് വേണ്ടി അവിടുന്ന് കൊടുത്ത യാഗത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം വരണം. സോ സെൻട്രൽ മെസ്സേജ് ഈ അനുഗമിക്കാൻ സമർപ്പിക്കപ്പെട്ടവർക്ക് they just don't understand. ഞാൻ നമ്മളോടായിട്ട് ചോദിക്കട്ടെ, did we understand? അപ്പൊ അത് 2 നിലയിൽ ചിന്തിക്കണം. 2 നിലയിൽ ചിന്തിക്കണം. ഒന്ന്, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യാൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. ടോക്കിംഗ് അബൌട്ട് ഹിസ് ഡെത്ത്, ദ ക്രോസ്. അത് വ്യക്തിപരമായി മനസ്സിലാകുമ്പോഴാണ് എന്തിനാണ് ഈ മരിച്ചത്, യാഗമായി തീർന്നതെന്ന് ബോധ്യമാകുന്നത്. അത് മനസ്സിലാകാതെ എനിക്ക് വേറൊരാളോട് കൃത്യമായിട്ട് സുവിശേഷം പറയാനൊക്കത്തില്ല. That's the central message. ഇപ്പോൾ they are being carried away with the crowd in the excitement of the moment. ഉണർവ. ജീസസ് അവരുടെ ശ്രദ്ധ പിടിക്കുകയാണ്. Listen to me carefully. I am going to die. വ്യക്തിപരമായും നമ്മൾ ഇത് പ്രചരിപ്പിക്കണമെങ്കിലും, പാപക്ഷമയുണ്ടെന്ന് പ്രചരിപ്പിക്കണമെങ്കിൽ we must understand what was going on the cross. ഇത് മാത്രമല്ല, ശ്രദ്ധിച്ച് കേൾക്കണം. 9-ാം അധ്യായം നമ്മൾ 22-ാം വാക്യം വായിച്ചു. 23 ശ്രദ്ധിക്കണം. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിക്കാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ
അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ക്രൂശിൽ കർത്താവ് യാഗമായി തീരുന്നത് മനുഷ്യന്റെ പാപത്തിന് പരിഹാരമാകുകയാണ്. വ്യക്തിപരമായി നമ്മൾ അത് ഏറ്റെടുക്കുമ്പോൾ വിശുദ്ധനായ ദൈവം നമ്മളെ നീതീകരിക്കുന്നു. വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇതാണ് നമ്മൾ പാപികളോട് പറയേണ്ടത്, അവര് രക്ഷിക്കപ്പെടാൻ. പക്ഷെ രക്ഷിക്കപ്പെട്ടവരുടെ ജീവിത ശൈലി കണ്ടോ? ഈ ക്രൂശിൽ, കർത്താവിന്റെ യാഗമരണത്തിൽ ആ ക്രൂശിലെ ഒരു പ്രിൻസിപ്പിൾ, തത്വം ഡെയിലി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടതാണ്. അതെന്താണ്? പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിക്കുവാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ, വിച്ച് മീൻസ് ഇഫ് യു ഡിസയർ ടു ബി മൈ ഡിസൈപ്പിൾ. ഏത് ജീവിത ശൈലിയാ? തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ക്രൂശ് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവരോട് what are we going to say? രണ്ട്, നമ്മുടെ ജീവിത ശൈലിയിൽ where is the cross? ഞാൻ അത് മേ ബി നെക്സ്റ്റ് വീക്ക്, ഗോഡ് വില്ലിംഗ്, ഐ വിൽ എക്സ്പ്ലെയിൻ 9:23 ആൻഡ് ഫോളോയിങ്. അപ്പൊ ഇത്ര പ്രധാനപ്പെട്ട കോർ മെസ്സേജ് ആണ്. അതിനകത്തുനിന്ന് ഡിസ്ട്രാക്റ്റഡ് ആകുകയാണ് ഇപ്പോഴത്തെ ഈ ഭൂതത്തെ പുറത്താക്കിയ വിഷയം. ഇനി കർത്താവിന് വാസ്തവത്തിൽ ഇതിലൂടെ പറയാനുള്ളത് എന്താണ്? ഈ ഭൂതങ്ങളുടെ എല്ലാം തലവന്റെ തലയല്ലേ ക്രൂശിൽ തകർക്കുന്നത്? അവിടെയാണ് ഗ്രേറ്റർ ഗ്ലോറി. ബട്ട് ദേ ആർ ഡിസ്ട്രാക്റ്റഡ് ഫ്രം ദാറ്റ് അറ്റ് ദിസ് മോമെന്റ്. കാരണം ക്രൗഡ് എല്ലാം കൂടെ അങ്ങിളകി. ഇനി ഇതിനൊരു അവരുടെ ഒരു തിയോളജിയിൽ പറ്റിപ്പോയ ഒരു പ്രശ്നമുണ്ട്. ശിഷ്യന്മാര് നോക്കുമ്പം this is it, this is the time. കാരണം രോഗികൾ സൗഖ്യമാകുന്നു. ഇത് കണ്ടോ, വലിയ കട്ടിയായ ഭൂതം ഒറ്റ നിമിഷം ഒരു വാക്കുകൊണ്ട് പുറത്താക്കി കളഞ്ഞു. ഹി ഈസ് ദ മസ്സയ എന്നുള്ളത് 20-ാം വാക്യത്തിൽ ഏറ്റു പറഞ്ഞതാ. അപ്പൊ അവരുടെ മനസ്സിൽ ഫീഡ് ചെയ്തിരിക്കുന്നത് മസ്സായ കംസ്, അക്ഷരികമായ ദൈവരാജ്യം സ്ഥാപിക്കും. ഇതാ ജനമെല്ലാം ഇളകിക്കഴിഞ്ഞു, ജനമെല്ലാം യേശുവിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. വി അക്സെപ്റ്റ് ഹിം ആസ് ദ മസായ. ജനത്തിന് അത്രയും വെളിപ്പാടൊന്നുമില്ല. ദേ അക്സെപ്റ്റ് ഹിം ആസ് എന്താ, ചിലര് ഏലിയാവ് എന്ന് പറയുന്നു, ചിലര് ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്നു, പുരാതന പ്രവാചകന്മാരിൽ ഒരാള്. എനിവേ, ഹി ക്യാൻ കോൺകർ ദ റോമൻ എംപയർ. അക്ഷരികമായി ദൈവരാജ്യം സ്ഥാപിക്കാൻ നസ്രയനായ യേശുവിനെ കൊണ്ട് കഴിയുമെന്നുള്ള ആ ചിന്തയിൽ ഒരു പക്ഷെങ്കിൽ ക്യാരിഡവയായി കാണും. കർത്താവിന് അവരോട് പറയാനുള്ളത്, ക്രോസ് ഇല്ലാതെ ക്രൗൺ ഇല്ല. അവർക്ക് വേണ്ടിയത് ക്രൗൺ ആണ്, അവർക്ക് വേണ്ടിയത് ക്രൗൺ ആണ്. എല്ലാവരും എക്സൈറ്റഡാ. നൗ ഇസ് ദ ടൈം, ദ ടൈം ഇസ് റൈറ്റ് നൗ. ഇപ്പോൾ ദൈവരാജ്യം സ്ഥാപിക്കുമ്പോൾ ഞങ്ങളെല്ലാം മന്ത്രിമാരാകും. അവിടെയാണ് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത്, ലിസൺ ടു മീ കെയർഫുള്ളി. ഹി ഈസ് ടോക്കിംഗ് ടു ദം അബൌട്ട് ദ ക്രോസ്, ദ സെൻട്രൽ മെസ്സേജ് ഓഫ് ക്രിസ്ത്യാനിറ്റി. ഇതാണ് നമ്മൾ വായിച്ച് 4-ാം വാക്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്. ആ മെസ്സയാനിക് എക്സ്പെക്ടേഷനിൽ ശിഷ്യന്മാര് വാസ്തവത്തിൽ എക്സൈറ്റഡ് ആയി നിൽക്കുക. അപ്പൊ കർത്താവിന് വാസ്തവത്തിൽ ഇവരെ ഒന്ന് കോഷൻ ചെയ്യാനുണ്ട്. ഈ ക്രൗഡ് കാണിക്കുന്ന ഈ ഹോമേജും ഈ എക്സൈറ്റ്മെന്റ് ഇതെല്ലാം ഫിക്കളാണ്. ഇന്ന് ഈ ചാടുന്നവര് നാളെ ക്രൂശിക്കാന്ന് പറഞ്ഞ് അവര് കാല് മാറ്റി ചവിട്ടും. ശിഷ്യന്മാർ ഇതിനകത്ത് അവര് എക്സൈറ്റഡ് ആയി ആ മൊമെന്റില് ഇതിന്റെ എല്ലാം പുറകെ പോയി അവസാനം ദേ വിൽ ബി ഷോക്ക്. കർത്താവ് അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഇത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു ദൂതാണ്. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ
ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു. ആരേൽപ്പിച്ചു? അതവര് മനസ്സിലാക്കണം, നമ്മളും മനസ്സിലാക്കണം. നമുക്ക് ഒരുപാട് ന്യായങ്ങൾ പറയാൻ കാണും. യൂഡസ് എന്നോ യഹൂദന്മാരെന്നോ പീലാത്തോസ് എന്നോ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യം പറയാൻ കാണും. പക്ഷെ ബൈബിൾ കൃത്യമായിട്ട് പരിശോധിച്ചാൽ ആത്യന്തികമായി ഫാദർ ഗോഡ് ഡെലിവേർഡ് ഹിസ് സൺ. യെശയ്യാ പ്രവചനം 53:10 എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവനവന് കഷ്ടം വരുത്തി. ഗോഡ് ഡെലിവേർഡ് ഹിസ് സൺ. റോമർ 8:32 സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നു. ജീസസിന് അവരോട് പറയാനുള്ള, മനുഷ്യപുത്രനെ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കും. ലിസൺ ടു മീ കെയർഫുള്ളി എന്ന് പറഞ്ഞാൽ പിതാവാം ദൈവത്തിന്റെ ആദ്യം മുതൽ ഉണ്ടായിരുന്ന പ്ലാൻ നിവൃത്തിയാകാൻ പോകുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 2:23 ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസ്രയനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ച് കൊന്നു. അതുകൊണ്ട് it was absolutely necessary for Jesus to suffer and die on the cross. ഇത് ദൈവത്തിന്റെ പ്ലാനാണ്. അപ്പൊ ചോദ്യം ഇതാണ്, പ്രത്യേകിച്ച് രക്ഷാനിർണയം പ്രാപിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, why the cross? കർത്താവ് ഈ പ്രധാന കാര്യത്തിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കുകയാണ്. നൈമിഷിക കാര്യത്തിൽ carried away ആയി പോകാൻ. യെസ്, അതിനകത്ത് ദൈവത്തിന്റെ ഗ്ലോറി വെളിപ്പെട്ടു, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. എന്നാൽ അതിനേക്കാൾ വലുതുണ്ട്. ആത്യന്തികമായി കർത്താവ് മനുഷ്യനായി ഭൂമിയിൽ വന്നിരിക്കുന്നത് ലോകത്തിലുള്ള മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരമാകുവാൻ വേണ്ടിയാണ്. അതിന് he had to suffer and he had to die on the cross. ഈ നോളജ് നമ്മുടെ തലച്ചോറിനകത്ത് ഇരുന്നത് കൊണ്ട് രക്ഷിക്കപ്പെടുന്നില്ല കേട്ടോ. ഈ നോളജ് നമുക്ക് ആവശ്യമാണ്, പക്ഷെ അത് ഒരു കമ്മിറ്റ്മെന്റിലേക്ക് നയിക്കണം നമ്മളെ. ഞാൻ ഒരിക്കൽ സേവിങ് ഫെയ്ത്തിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപമറിയാത്ത യേശുവിനെ പിതാവാം ദൈവം പാപമാക്കി. പാപിയാക്കിയെന്നല്ല കേട്ടോ, പാപമാക്കി. വാട്ട് ഡസ് ദാറ്റ് മീൻ? യെശയ്യാ പ്രവചനം 53:6 നമ്മുടെ അകൃത്യം അവന്റെ മേൽ ചുമത്തി. എന്നെ കേൾക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളാകട്ടെ, നിങ്ങളുടെ തലമുറയിലാകട്ടെ, നിങ്ങളുടെ ചർച്ചിൽ വരുന്നവരാകട്ടെ, ഈ രക്ഷാനിർണയം പ്രാപിക്കാതെ ഇരിക്കുകയാണെങ്കിൽ ജീസസ് ഹാഡ് ടു ഡൈ. ഇറ്റ് വാസ് ദ പ്ലാൻ ഓഫ് ദ ഫാദർ. പിതാവാം ദൈവം പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇറ്റ് വാസ് ഗോഡ്സ് പ്ലാൻ. എന്തിന്? നമ്മുടെ പാപം ഒരിക്കൽ പോലും ചെയ്യാത്ത യേശുവിന്റെ മേൽ ചുമത്തി. നമ്മളുടെ മേൽ ഉണ്ടായിരുന്ന ദൈവത്തിന്റെ കോപം ദൈവത്തിന്റെ പുത്രന്റെ മേൽ ചുമത്തി, അല്ലെങ്കിൽ ഒഴിച്ചു. അവിടുത്തെ കാൽവറി ക്രൂശ് മരണം നമുക്ക് വിരോധമായി നിന്ന ദൈവത്തിന്റെ കോപത്തെ ശമിപ്പിച്ചു. പ്രായശ്ചിത്ത മരണമായിരുന്നു. ഇത് ഇൻഫർമേഷൻ ഉള്ളത് കൊണ്ട് രക്ഷിക്കപ്പെടുന്നില്ല. ഇതാണ് ബൈബിൾ പറയുന്ന സത്യമെങ്കിൽ ഞാൻ എന്നെ തന്നെ സമ്പൂർണമായി നിത്യജീവനായി ജീസസിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഐ ട്രസ്റ്റ് ഹിം ഫോർ ഇറ്റേണൽ ലൈഫ്, ഐ ട്രസ്റ്റ് ഹിം ഫോർ ഹെവൻ.
faith in a person. The person is Jesus Christ. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിട്ടുണ്ടോ? ആ വിശ്വാസത്തിന്റെ പ്രധാന ഒരു ഘടകമാണ് കമ്മിറ്റ്മെന്റ്. ജീസസ് ബിക്കംസ് ദ ലോർഡ് ഓഫ് അവർ ലൈഫ്. പിന്നീട് ലോർഡ് ഓഫ് അവർ ലൈഫ് എന്ന് പറഞ്ഞാൽ 9:23 ഞാൻ വായിച്ചില്ലേ? ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും ക്രൂശ് എടുത്ത് നടക്കുന്ന അനുഭവം. അതാണ് ലോർഡ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇനി എന്റെ ഇഷ്ടമില്ല, അവിടുത്തെ ഇഷ്ടം മാത്രം എന്റെ ജീവിതത്തിൽ. ദാറ്റ് ഈസ് ട്രൂ ക്രിസ്ത്യാനിറ്റി. ഇതിനകത്തുനിന്ന് എല്ലാം മാറുന്ന ഡിസ്ട്രാക്ഷൻസ് ആണ് നമുക്കുണ്ടാകുന്നത്. പ്രീച്ചിങ്ങും പ്രൊഫസിയിലും എല്ലാം ക്രൂശ് അല്ലാതെ ബാക്കി എല്ലാ കാര്യവും ഉണ്ട്. രോഗസൗഖ്യമുണ്ടോ? നമ്മളെല്ലാം കൈയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദാറ്റ്സ് ഫൈൻ. വി ബിലീവ് ദാറ്റ് പീപ്പിൾ ആർ സ്റ്റിൽ ഹീൽഡ് in the name of Jesus. ഭൂതങ്ങൾ പുറത്തു പോകുന്നു. Oh yes, we believe in the name of Jesus. Demons will be cast out. But what about the cross, brethren? നാം പ്രചരിപ്പിക്കേണ്ടത് എന്താണ്? പാപക്ഷമയും മാനസാന്തരവും. മാനസാന്തരപ്പെടുന്നവർക്ക് പാപക്ഷമ എങ്ങനെ കിട്ടുന്നു? കാൽവരി ക്രൂശിൽ പിതാവാം ദൈവം പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു. ആത്മരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി. മനുഷ്യന്റെ സ്വന്തം പ്രയത്നത്താലോ മനുഷ്യന്റെ സൽപ്രവൃത്തിയാലോ ആരും രക്ഷിക്കപ്പെടുന്നില്ല. നമ്മുടെ സൽപ്രവൃത്തികൾ ദൈവത്തിന്റെ മുൻപാകെ കറ പുരണ്ട തുണി പോലെ മാത്രമേ ഉള്ളൂ. അങ്ങനെ മനുഷ്യൻ നിസ്സഹായനായി നിൽക്കുമ്പോൾ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ, അനുരഞ്ജനപ്പെടുത്തുവാൻ പിതാവാം ദൈവം മുൻകൈ എടുത്ത് പുത്രനെ നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഇത് ആത്മാർത്ഥമായി വിശ്വസിച്ച് തങ്ങളെ ക്രിസ്തുവിന് സമ്പൂർണമായി സമർപ്പിക്കുന്നവരെ പിതാവാം ദൈവം നീതീകരിക്കുന്നു, കുറ്റവിമുക്തരാക്കുന്നു. നമ്മുടെ മക്കൾക്ക് ഈ അനുഭവം വന്നിട്ടുണ്ടോ? നമുക്കിതല്ലല്ലോ വിഷയം. നമ്മുടെ വിഷയം എന്താ? അവന് പുതിയ ജോലിയിൽ ഭയങ്കര വീട്ടിലിരുന്ന് ചെയ്താൽ മതി, പക്ഷെ ഡോളർ ഇങ്ങനെ അങ്ങ് ഉണ്ടാകുക. ഓ, ദൈവം മാനിച്ച വിധങ്ങൾ. അവിടെ വല്യപ്പച്ചൻ ഇറങ്ങിയോണ്ടാണ് ദൈവം ഈ ഡോളർ എല്ലാം തരുന്നത്. ഇതാണ് പ്രവാചകരും പറയുന്നത്, ഇതാണ് പ്രസംഗികൾ പറയുന്നത്. സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വാട്ട് ഈസ് ദ മെയിൻ മെസ്സേജ് ഓഫ് ക്രിസ്ത്യാനിറ്റി? യേശു വന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യമെന്താ? ശിഷ്യന്മാരെ, അറ്റൻഷൻ മാറിപ്പോകരുത്. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. ആര്? ഫാദർ ഗോഡ്. ആത്യന്തികമായി അതിനകത്ത് വേറെ ഒരുപാട് ആളുകൾ ഇൻവോൾവ് ആണെങ്കിലും ആത്യന്തികമായി ഇറ്റ്സ് എ ഫാദർ. വൈ? ഫോർ ദ ഡെലിവറൻസ് ഓഫ് സോൾസ്. പ്രൈസ് ദ ലോർഡ്. ഇതാണ് കർത്താവ് ഇവിടെ പറയുന്ന 44 വാക്യത്തിൽ. എന്നിട്ട് 9:23 മറക്കരുത്. അത് വളരെ പ്രധാനപ്പെട്ട ദൂതാണ്. നമ്മൾ ഇന്നു മുതൽ വാസ്തവത്തിൽ ബ്രാഞ്ച് ചെയ്യുന്നത് ജീസസിന് ഡിസൈപ്പിൾഷിപ്പ് ടീച്ചിങ് ആണ്. അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത്. 9:23 ഈ ക്രൂശിന്റെ തത്വം, ഡൈയിങ് ഡെയിലി ടു സെൽഫ്, ഞാൻ നിങ്ങളെ അത് ആദ്യം കാണിക്കാം, എങ്കിലേ നിങ്ങൾക്കത് മനസ്സിലാവൂ എന്ന് എനിക്ക് തോന്നുന്നു. 9:23 കണ്ടോ? പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിക്കാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും എന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ. അപ്പൊ ഡെയിലി ക്യാരിയിങ് ദ ക്രോസ് എന്ന് പറഞ്ഞാൽ ഡെയിലി ഡൈയിങ് ടു സെൽഫ്. ഐ എക്സ്പ്ലെയിൻ ഇറ്റ് ഗോഡ് വില്ലിംഗ് നെക്സ്റ്റ് വീക്ക്. ഈ അനുഭവം ഇല്ലാത്തത് കൊണ്ട് കർത്താവ് ഈ 44 വചനത്തിൽ ക്രൂശിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ദൂത് പറഞ്ഞു. 45 അവർക്കൊന്നും മനസ്സിലായില്ല. 46 എന്ത് സംഭവിച്ചു? അവരിൽ വെച്ച് ആർ വലിയവൻ എന്നൊരു വാദം അവരുടെ ഇടയിൽ നടന്നു. കൊള്ളാം. ആരെ അനുഗമിക്കുന്നത്? യേശുവിനെയാ. ക്രൂശ് എടുത്ത് അനുഗമിക്കാത്തത് കൊണ്ട്, ക്രൂശിന്റെ ആ ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾ അനുദിനം അനുഗമിക്കേണ്ടത് ക്രൂശ് എടുത്താന്നുള്ള തത്വം മനസ്സിലാകാത്തതുകൊണ്ട് ഇപ്പൊ വഴക്കാ തമ്മിൽ. എന്താണ്? ഞങ്ങളിൽ വലിയവൻ ആരാണ്? ഈ ചർച്ചകളിലെല്ലാം എന്താ നടക്കുന്നത്? ഈ പ്രസ്ഥാനങ്ങളിലെല്ലാം what have they got to do with the cross? Tell me. കുടുംബങ്ങളിൽ നടക്കുന്നത് എന്താണ്?
ചർച്ചിൽ നടക്കുന്ന എന്താണ്? ഞാൻ ഈ പ്രാവശ്യം സെക്രട്ടറി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, ചാക്കോച്ചാനും വർക്കിച്ചാനെയും കൂടെ നമുക്ക് വോട്ട് ചെയ്യാൻ പിടിക്കും. മൊത്തം ലഹളയാണ് ഈ വേർപെട്ട സമൂഹത്തിനകത്ത്. ഇതിന്റെ വലിയ പ്രസ്ഥാനങ്ങളിൽ എന്ന് പറഞ്ഞാൽ മുഴുവൻ ലഹളയല്ലേ. വൈ? ദേ ആർ നോട്ട് ക്യാരിങ് ദ ക്രോസ്. ക്രോസിൽ നിന്ന് മാറി, അറ്റൻഷൻ മാറി. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ആ 46-ാം വാക്യം നിങ്ങൾ വായിച്ചല്ലോ. ഇനി 49, നാഥ, ഒരുത്തൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു, ഞങ്ങളോടുകൂടെ നിന്നെ അനുഗമിക്കായികയാൽ അവനെ വിരോധിച്ചു എന്ന് യോഹന്നാൻ പറഞ്ഞു. അതെന്താ? സ്വർഗത്തിൽ പോണോ, എന്തെങ്കിലും ശുശ്രൂഷ വേണോ നിങ്ങളുടെ സഭയിൽ? അല്ലാത്തവനെ വി വിൽ നോട്ട് അക്സെപ്റ്റ്. ഇപ്പൊ ഇവർക്ക് ഭൂതത്തെ പുറത്താക്കാൻ കഴിയാതിരിക്കുക, വേറെ ഒരുത്തൻ ചെയ്തു അത്. നോ. എന്താ കാര്യം? ഒന്ന്, നമ്മളിൽ തന്നെ വഴക്ക് അല്ലേ? വേറെ ആരെങ്കിലും എന്തെങ്കിലും ശുശ്രൂഷ ചെയ്തെങ്കിൽ വാട്ട്സ് റോങ്? മെയിൻ കോർ കാര്യത്തിൽ നിന്ന് മാറി. ഓക്കെ, കുറച്ച് പെട്ടെന്ന് നമുക്കൊന്ന് മുന്നോട്ട് പോകാം. അതിന്റെ 53. എന്നാൽ അവൻ യെരുശലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കയാൽ അവർ അവനെ കൈക്കൊണ്ടില്ല. ശമരിയക്കാരാകട്ടോ. അത് അവന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട്, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ നശിപ്പിപ്പാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമെന്ന് ചോദിച്ചു. അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു, നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണനെ നശിപ്പാനല്ല രക്ഷിപ്പാൻ അത്രേ വന്നത് എന്ന് പറഞ്ഞു. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ഒത്തിരി ആളുകൾ തന്നെ ഉണ്ട്. ലെറ്റ്സ് പ്രേ അഗൻസ്റ്റ് ദാറ്റ് പേഴ്സൺ, അല്ലെ? അവൻ എനിക്ക് വിരോധമായി എങ്ങനെ ചെയ്തെങ്കിൽ നമുക്ക് ചേർന്ന് കൂട്ടമായിട്ട് പ്രാർത്ഥിച്ച് അവനെ തകർക്കണം. വാട്ട് ഈസ് റോങ് വിത്ത് യു? എന്താ ഇതിന്റെ പ്രശ്നം? എന്താ? യേശുവിനെ അനുഗമിക്കുക, പക്ഷേ യേശുവിന്റെ സഫറിങ്സോ ക്രൂശോ, യേശുവിന്റെ ആ ദാസ സ്വഭാവമോ യേശുസ്റ്റോന്നോ അവർക്കതല്ല. ലിറ്ററലായിട്ട് കിങ്ഡം ഓഫ് ഗോഡ് വരും, അവർ എക്സൈറ്റഡാ. എടാ, നമുക്കൊക്കെ പൊസിഷൻസ് കിട്ടും. അങ്ങനെ ദൈവരാജ്യത്ത് വരുമ്പോ മിക്കവാറും എന്നെ ആയിരിക്കും കേട്ടോ കൺസിഡർ ചെയ്യുന്നത്. കാരണം ഞാൻ മറുമലയില്, നിങ്ങളാരെങ്കിലും വന്നായിരുന്നോ? ഇല്ല, ഞങ്ങൾ 3 പേര്. അപ്പൊ ഉറപ്പായിട്ടും ഞങ്ങളൊക്കെ തന്നെയാണ് സെക്രട്ടറിയും ട്രഷറാറും ഒക്കെ. അപ്പോഴാ മറ്റുള്ളവർ പറഞ്ഞു കാണും, എന്ന് പറഞ്ഞാണ്, എടാ, നിന്നെ ഒന്നും തന്നെ വിടാൻ ഒക്കത്തില്ല, അതുകൊണ്ടാണ് നിന്നെ കൂടെ മേളിലോട്ട് കൊണ്ടുപോയത്, കണ്ണും വെട്ടത്തു നിന്ന് നിന്നെ മാറ്റി വിടാനൊക്കെ പ്രശ്നമാണ് എന്ന് പറഞ്ഞു. മുഴുവൻ പ്രശ്നമാണ്. പ്രൈസ് ദി ലോർഡ്. വേറെ ആരെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്താൽ വി ഡിസഗ്രി. സ്തോത്രം. ഞാൻ പഠിച്ച ബൈബിൾ കോളേജിലല്ല അവര് പഠിച്ചത്, കണ്ടോ? എല്ലാം പ്രശ്നം. മനസ്സിലാകുന്നുണ്ടോ? ക്രോസ് സെൻട്രൽ ആണ്. അത് മാറിപ്പോയാൽ ഇവാഞ്ചലിസം പോയി. കാരണം അതാണ് ഇവാഞ്ചലിസത്തിന്റെ പ്രധാന ദൂത്. 2, ലൈഫ് സ്റ്റൈൽ ഓഫ് എ ക്രിസ്ത്യൻ ക്യാരിങ് ദ ക്രോസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയാം, ഡൈയിങ് ടു യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ എന്നാ? എന്ന് പറഞ്ഞാൽ എന്റെ ആഗ്രഹങ്ങൾ ഒന്നും ഇനി നടക്കരുത്. അയ്യോ, എന്തോ ഈ ആഗ്രഹം? എനിക്ക് ചില വാഗ്ദത്തങ്ങളുണ്ട്. 2025 പുതിയ ടൊയോട്ടയുടെ വെഹിക്കിൾ എടുക്കും. അയ്യോ, എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ സംതിങ് ഇസ് സീരിയസ്ലി റോങ് വിത്ത് പീപ്പിൾ. ഇതാണ് വാഗ്ദത്തം ദൈവം തന്നെ. ഈ 4 വലിയ റബ്ബറയില് കുറെ പാട്ടയെല്ലാം കൂടെ തുന്നി വെച്ചിരിക്കുന്ന ഒരു സംഭവം കിട്ടുമെന്ന്, അതിനു വേണ്ടി പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാർമേഘ പടലങ്ങളെ വെട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. സംതിങ് ഇസ് സീരിയസ്ലി റോങ്. ഇനിയെങ്കിലും കർത്തൃദാസിദാസന്മാരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്റർടൈൻ ചെയ്യാതെ, ലെറ്റ് അവർ ചർച്ചസ് കം ബാക്ക് ടു ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ടു ദ ക്രോസ്. പ്രസംഗികൾ മടങ്ങി ക്രൂശിലെ. ക്രോസ് ഇസ് നോട്ട് അട്രാക്റ്റീവ്. സഫറിംഗ്, ഈസ് സ്റ്റിൽ പ്രീച്ചിങ് സഫറിങ്സ് ആൻഡ് ദ ക്രോസ്. അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ കോർ. ദ കോർ മെസ്സേജ്. ജീസസ് അതിനാണ് ഇവരെ ക്ഷണിക്കുന്നത്. ലിസൺ ടു മീ കെയർഫുള്ളി. അതിനകത്ത് നിന്ന് മാറാൻ
ഉള്ള ഒരു സാഹചര്യം സംജാതമാകുമ്പോൾ ജീസസ് അവരെ തിരിച്ചു മെമ്മറൈസ് ദിസ്. പ്രൈസ് ദി ലോർഡ്. ഇനി 45 വാക്യത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പൊ കർത്താവായ യേശുക്രിസ്തു യാഗമായി മരിക്കണം. അത് പിതാവാം ദൈവത്തിന്റെ പ്ലാനാണ്. അതിനകത്തൊന്നും മാറിക്കൂടാ. മത്തായിയുടെ സുവിശേഷം 16 നമുക്കറിയാം, ഈ ലൂക്കോസ് 9:22 പാരലൽ പാസേജില് ലൂക്കോസിൽ പറയാത്തൊരു കാര്യം മാത്യു പറയുന്നുണ്ട്. പീറ്റർ വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചെന്ന്. അതൊന്നും നിനക്ക് പറ്റല്ലെന്ന്. യേശുവിനെ ശാസിക്കാൻ എന്നാ വിഷയം? എന്നാ ക്രൂശ് പറഞ്ഞു. അവരുടെ മെസ്സിയാനിക് സങ്കല്പം അതല്ല. മസായ ഇസ് എ കോൺകറിംഗ് കിങ്, ഇസ് എ മിലിറ്ററി കോൺകറർ, പട്ടാള മേധാവി. നമ്മളെ ഈ ഭരിക്കുന്ന ഈ റോമൻ സാമ്രാജ്യത്തെ അട്ടിമറിച്ച് ലിറ്ററൽ കിങ്ഡം ഓഫ് ഗോഡ് കൊണ്ടുവരും. ഞങ്ങൾ നോക്കിയിട്ട് ജീസസ് ഓഫ് നാസറത്ത് ക്യാൻ, ഹീസ് റൈസിംഗ് ദ ഡെഡ്, ഹീസ് ഫീഡിങ് thousands of people miraculously, casting out demons, healing the sick. This is it. കർത്താവ് ഡിസ്ട്രാക്ഷനിൽ നിന്ന് മാറ്റുക. Don't be carried away by the crowd. Yes, അവിടുന്ന് ചെയ്ത പ്രവർത്തികളെല്ലാം it glorified God. പക്ഷെ റോങ് കാര്യത്തില് റോങ് ആയിട്ട് അവര് അതിനകത്ത് ക്യാരിഡ് അവേ ആയി പോയി. ക്രൂശിൽ നിന്ന് അകന്നു പോകാതെ, ക്രൂശിലാണ് ultimate glory, where Satan will be crushed. Praise the Lord. ഇനി 45 വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല. നിങ്ങള് 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഗ്രഹിച്ചില്ല. അത് തിരിച്ചറിയാതെ വണ്ണം. അപ്പൊ തിരിച്ചറിഞ്ഞില്ല. അവർക്ക് മറഞ്ഞിരുന്നു. 3, മറഞ്ഞിരുന്നു. ആ വാക്ക് സംബന്ധിച്ച് അവനോട് ചോദിപ്പാൻ അവർ ശങ്കിച്ചു. 4 കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ വാക്യം ഇറ്റ്സ് ലോഡഡ്. 4 പ്രാവശ്യം എടുത്തെടുത്ത് പറയാം. ദേ ആർ ബ്ലാങ്ക്. അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. അതിന്റെ കാരണം ഇതാണ്. അവരുടെ ഐഡിയ മെസ്സിയയെ കുറിച്ച്. അവരോട് പറയാം, യെരുശലേമിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പൊ അവരെല്ലാം കൂടെ നമ്മുടെ ഭാഷ പറഞ്ഞ കൈയൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ ചെയ്ത് യെരുശലേമിൽ പോവാൻ. ഇപ്പോഴാണ് ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ പോവാ. അവർക്ക് ആ വ്യാഖ്യാനം. റോങ് തിയോളജി, റോങ് ഇന്റർപ്രിട്ടേഷൻ. അവിടെ കർത്താവ് പറയുന്ന ഒന്നും മനസ്സിലാകുന്നില്ല. ഇപ്പോൾ മാത്രമല്ല, 18 അധ്യായത്തിലെ 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഇത് 3-ാം തവണ പറയുമ്പോഴും they just don't seem to understand. അവരുടെ കണ്ണുകൾ ക്രൂശിൽ നിന്ന് കംപ്ലീറ്റ്ലി ടേക്കൺ അവേ. എന്റെ പ്രിയപ്പെട്ടവർ, എന്നെ ഒരു നിമിഷം നോക്കിയേ. നമുക്കിത് തന്നെയാ പറ്റിയത്. യോ നേരാന്നോ? പിന്നെ നമ്മളെ മുഴുവൻ എക്സൈറ്റ്മെന്റ് എന്തുവാ? പിള്ളേരുടെ ജോലി കിട്ടിയതും പിള്ളേർ ഏതാണ്ട് വലിയ സംഭവം പഠിച്ചതും പിന്നെ നല്ലൊരു കല്യാണം ഏതായാലും വന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. വേറെ ആരാണെങ്കിൽ ആലോചിച്ച, പക്ഷെ ഞാൻ തട്ടിയെടുത്തത്. ഓ സ്തോത്രം, പ്രാർത്ഥനയുടെ ശക്തിയാ. എന്താ ഭാഷ ഇത്? കല്യാണം ഇവിടെ നടക്കണം, ജോലി കുഴപ്പമില്ല, ജീവിക്കാനുള്ളതൊക്കെ സോൾ ഫൈൻ. ഇതിനെക്കാട്ടി വലിയ സംഭവത്തിൽ നിന്ന് നമ്മുടെ അറ്റൻഷൻ പോയി, ചർച്ചിന്റെയും പോയി. നമ്മൾ പേഴ്സണലി അപ്ലൈ ദിസ് ടു അവർ സെൽഫ്. നമ്മുടെ എന്തോ 24 മണിക്കൂറിൽ ഇതാണോ പ്രധാനപ്പെട്ട ചിന്താവിഷയം? ഓ ഹൗ വി ഹാവ് ബീൻ ഡിസീവ്ഡ്. കർത്താവ് അവിടുത്തെ യാഗമരണത്തെ കുറിച്ച് പറയുന്നത് അവർക്ക് ആബ്സല്യൂട്ട്ലി ഡസന്റ് മേക്ക് സെൻസ് ടു ദം. എന്നിട്ട് ഓക്കെ, എന്നാ പിന്നെ പീറ്റർ, why don't you ask him? You didn't understand anything. Just ask him. He's willing to explain. They were afraid to ask him. പക്ഷെ ഞാൻ നിങ്ങളെ കാണിക്കട്ടെ, 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. അവന്റെ ശിഷ്യന്മാർ അവനോട് ഈ ഉപമ എന്ത് എന്ന് ചോദിച്ചതിന് അവൻ പറഞ്ഞത്. He explained to them. Parable of the sower. മനസ്സിലായില്ല. കർത്താവ് ഒന്ന് മനസ്സിലാക്കി തരണം. എക്സ്പ്ലെയിൻ ചെയ്തു. 9:28
വീട്ടിൽ വന്ന ശേഷം ശിഷ്യന്മാർ സ്വകാര്യമായി അവനോട്, 9:28 എന്ന് പറഞ്ഞാൽ മാർക്ക് 9:28, ഈ ഭൂതത്തെ കാസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന ശേഷം ശിഷ്യന്മാർ സ്വകാര്യമായി അവനോട്, ഞങ്ങൾക്ക് അതിനെ പുറത്താക്കുവാൻ കഴിയാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. അപ്പൊ ചോദിക്കാൻ അറിയാല്ലേ? അറിയാം. ചോദിച്ചപ്പോൾ ഒരിക്കലേലും കർത്താവ് ശാസിച്ചോ? ഇല്ല. അത് പിന്നെന്താ ഇത് ചോദിക്കാത്തത്? കേക്കണ്ട ഇത്. We just don't want to hear suffering and cross and all this stuff. No. We are having a nice time now. എങ്ങനെ ഉണ്ട്? ഇത് തന്നെയാ നമ്മുടെ വിഷയവും. സ്തോത്രം. റിസറക്ഷന് ശേഷമാണ്, ഇങ്ങനെയാണ് 44-ാം വാക്യത്തിൽ ലൂക്ക് 24 എഴുതിയിരിക്കുന്നത്, കർത്താവ് അവരുടെ ബുദ്ധിയെ തുറന്നു. എന്താ? കെട്ടപ്പെട്ടിരിക്കുക. വേറെ തിയോളജി, ആശയങ്ങൾ, ഇന്റർപ്രിട്ടേഷൻസാ. കർത്താവ് എന്നിട്ട് മോശയിലൂടെ, പ്രവാചക പുസ്തകം, സങ്കീർത്തനത്തിലൂടെ വചനം പറഞ്ഞ് അവരുടെ ബുദ്ധിയെ തുറന്നു. Then they understood the core message. Praise the Lord. സ്തോത്രം. ക്രൂശ് മനസ്സിലാകാതെ you cannot follow Christ as a disciple. Discipleship class ഒക്കെ, yeah, I am a disciple. Really? Have you understood the meaning of the cross? ക്രൂശാണ് സെൻട്രൽ. ഇവര് ചോദിക്കാൻ തന്നെ അവര് ശങ്കിക്കുക, they were afraid എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. എന്നാൽ കർത്താവിന്റെ ബുദ്ധിയെ തുറന്നു കഴിഞ്ഞ അപ്പോസ്തല പ്രവൃത്തികൾ നമുക്കറിയാം. They were all preachers of Christ crucified. ക്രൈസ്റ്റ് സെന്റേർഡും ക്രോസ് സെന്റേർഡുമായി ആ മെസ്സേജുകൾ മാറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ജീവിതം കറക്റ്റ് ട്രാക്കിൽ ഒരു ഡിസൈപ്പിളായിട്ട് വെക്കണമെങ്കിൽ the understanding about the cross is crucial. സുവിശേഷീകരണം പറയണമെങ്കിൽ the revelation about the cross is crucial. നമ്മൾ വായിച്ച 44-ാം വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിച്ച് I will close. നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുവീൻ. സെക്കൻഡ് ടൈം ഇത് പറയുന്നത്. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. യേശു മശിഹയാണെന്ന് വെളിപ്പാട് പറഞ്ഞവർക്ക് ഇതറിയില്ല. ഐഡന്റിറ്റി ഓഫ് ക്രൈസ്റ്റ്, യെസ് ദേ നോ. ദ മിഷൻ ഓഫ് ക്രൈസ്റ്റ് വ്യക്തതയില്ല. നമ്മളെ ആരും ഡിസ്ട്രാക്ട് ചെയ്യല്ലേ. Thank God for all the deliverance that He is giving in our daily lives. But cross must be central in the Christian message and in our Christian life. Praise the Lord. നമ്മൾ സുവിശേഷം പറയുമ്പോഴും നിനക്ക് അത് കിട്ടും ഇത് കിട്ടും ഞങ്ങളുടെ സഭ കിട്ടും ഏതാണ്ട് കിട്ടും, ഇതല്ല. Sinner. But there is hope in Christ. നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇതാണ് പറഞ്ഞ് മനസ്സിലാക്കണം. മോനെ, യേശു തമ്പുരാൻ വന്നത്, മോളെ, യേശു തമ്പുരാൻ വന്നത്, we couldn't help ourselves. God in His love sent His only begotten Son, that whosoever believeth in Him should not perish but have everlasting life. കർത്താവ് വചനത്താൽ നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്റ്റേ ക്ലോസ് ടു ദ ക്രോസ്. ആരൊക്കെ ക്രൂശ് വിട്ടുപോയാലും സ്റ്റേ ക്ലോസ് ടു ദ ക്രോസ്. ക്രൂശ് വിട്ടുപോകരുത്. ക്രൂശിനെ ധ്യാനിക്കുക. ആൻഡ് ക്യാരി ദ ക്രോസ് ഡെയിലി. God bless you.